അധ്യായം 98. അൽ ബയ്യിന. അവതരണം മദീനയിൽ. സൂക്തങ്ങൾ 8. ഒന്നാം സൂക്തത്തിലെ പദം തന്നെയാണ് പേരായി നിശ്ചയിക്കപ്പെട്ടത്. തെളിവ് എന്നാണ് അർത്ഥം. മദീനയിൽ അവതീർണമായി. പ്രവാചകന്റെ നിയോഗം അനിവാര്യമായിരുന്നുവെന്ന് ഇത് വ്യക്തമാക്കുന്നു. തുടർന്ന് അദ്ദേഹത്തിന്റെ ദൌത്യമെന്തെന്ന് സൂചിപ്പിക്കുന്നു. അത് അംഗീകരിക്കുന്നവരെയും നിഷേധിക്കുന്നവരെയും അഭിമുഖീകരിക്കാനിരിക്കുന്ന ഭാഗ്യ നിർഭാഗ്യങ്ങൾ എന്തെന്ന് ഊന്നിപ്പറയുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വേദക്കാരും ബഹുദൈവ വിശ്വാസികളുമായ സത്യനിഷേധികൾ വ്യക്തമായ തെളിവ് വന്നെത്തും വരെ തങ്ങളുടെ വഴിയിൽ ഉറച്ചുനിന്നു. അല്ലാഹുവിൽ നിന്നുള്ള ദൂതൻ പവിത്രമായ ഗ്രന്ഥത്താളുകൾ വായിച്ചു കേൾപ്പിക്കുന്നതുവരെ ആ ഗ്രന്ഥത്താളുകളിൽ സത്യനിഷ്ഠമായ പ്രമാണങ്ങളുണ്ട്. വേദം നൽകപ്പെട്ടവർ ഭിന്നിച്ചിട്ടില്ല, അവർക്ക് വ്യക്തമായ തെളിവ് വന്നെത്തിയ ശേഷമല്ലാതെ. വിധേയത്വം അല്ലാഹുവിന് മാത്രമാക്കി അവനെ മാത്രം വഴിപ്പെട്ട് നേർവഴിയിൽ ജീവിക്കാനല്ലാതെ അവരോട് കൽപ്പിച്ചിട്ടില്ല. ഒപ്പം നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കാനും സകാത്ത് നൽകാനും. അതാണ് ചൊവ്വായ ജീവിതക്രമം. തീർച്ചയായും വേദക്കാരും ബഹുദൈവ വിശ്വാസികളുമായ സത്യനിഷേധികൾ നരകത്തീയിലാണ്. അവരതിൽ സ്ഥിരവാസികളായിരിക്കും. അവരാണ് സൃഷ്ടികളിലേറ്റം നികൃഷ്ടർ. എന്നാൽ സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരോ, അവരാണ് സൃഷ്ടികളിലേറ്റം ശ്രേഷ്ഠർ. അവർക്ക് അവരുടെ നാഥങ്കൽ അർഹമായ പ്രതിഫലമുണ്ട്. താഴ്ഭാഗത്തൂടെ ആറുകളൊഴുകുന്ന സ്വർഗീയാരാമങ്ങൾ. അവരതിൽ എക്കാലവും സ്ഥിരവാസികളായിരിക്കും. അല്ലാഹു അവരെക്കുറിച്ച് തൃപ്തനായിരിക്കും. അവർ അല്ലാഹുവിലും സംതൃപ്തരായിരിക്കും. ഇതെല്ലാം തങ്ങളുടെ നാഥനെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്.